പഠിച്ചുകൊണ്ടിരുന്നത്? കൂട്ടുപലിശയെ കുറിച്ചല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? കൂട്ടുപലിശയുടെ തുക കണ്ടെത്താനുള്ള സമവാക്യം എന്തായിരുന്നു? ചിത്തി പറഞ്ഞേ. തുക സമം B into A into R by P into 1 plus R by 100 the whole raised to n. മിടുക്കി. അപ്പം തുക കണ്ടെത്താനുള്ള സമവാക്യം എന്തായിരുന്നു? തുക സമം P into 1 plus R by 100 the whole raised to n. അപ്പം ഇതിനകത്ത് R എന്തായിരുന്നു? ദേവിക പറഞ്ഞേ. R എന്താണെന്ന്? പലിശ നിരക്ക്. വെരി ഗുഡ്. അപ്പം R എന്നത് പലിശ നിരക്കാണ്. ഇനി അടുത്തത് P എന്താണെന്ന് ഷെറിൻ പറഞ്ഞേ. എന്താണ് P എന്നത്? ആകെ തുകയാണ്. വെരി ഗുഡ്. അടുത്തത് N എന്തായിരുന്നു ലക്ഷ്മി? എത്ര കാലയളവിലേക്കാണ് നമ്മൾ ആ തുക നിക്ഷേപിച്ചതെന്നുള്ളതായിരുന്നു. വെരി ഗുഡ്. ഇരുന്നോളൂ. അപ്പൊ നമ്മള് കൂട്ടുപലിശയുടെ സമവാക്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു പ്രവർത്തനം ചെയ്താലോ? ചെയ്യാൻ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്കൊന്ന് ഗ്രൂപ്പ് ആവാം. ടീച്ചർ കുറച്ച് ലോഡ് തരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതിരിക്കണേ. എല്ലാവരും തുറന്ന് നോക്കിയോ? അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? ലക്ഷ്മിക്ക് എന്താ കിട്ടിയത്? പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ വേറെ കിട്ടിയത് ആരുണ്ട്? അപ്പൊ നിങ്ങൾ രണ്ടും ഒരു ഗ്രൂപ്പ്. അടുത്തത് പ്രവീണയ്ക്ക് എന്താ കിട്ടിയത്? നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ് വേറെ കിട്ടിയത് ആരാ? ലാവണ്യ. അപ്പൊ ലാവണ്യ പ്രവീണ ഒരു ഗ്രൂപ്പ് ആണ്. ഷെറിൻ എന്താ കിട്ടിയത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ചിത്തിക്കും അത് തന്നെയല്ലേ കിട്ടിയത്? ഓക്കെ. ടീച്ചർ എല്ലാവർക്കും ഓരോ പ്രവർത്തനം കാർഡ് തരാം. എല്ലാവരും അത് ശ്രദ്ധിച്ച് വായിക്കണം. ആ കാർഡിനകത്ത് ഒരു ചോദ്യം കൂടി ഉണ്ട്. ആ ചോദ്യം എല്ലാവരും കണ്ടോ? കണ്ടു. ആ ചോദ്യം എന്താ ടീച്ചർ ബോർഡിലും കൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഈ ചോദ്യം എന്താണെന്ന് ആരാണ് വായിച്ചു തരുന്നത്? പ്രവീൺ ഒന്ന് വായിക്കാമോ ചോദ്യം? 7% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ ലാഭം 40,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷത്തിന് ശേഷം തുക എന്താണ്? അപ്പം ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ടീച്ചർ അതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതൊന്ന് ഫില്ല് ചെയ്യാമോ? ചെയ്യുവാണ്. ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഗ്രൂപ്പിന് കിട്ടി. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ഗ്രൂപ്പിൽ ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് അവർക്ക് ഒരു ടോക്കൺ കൊടുത്താലോ? ചെറിയൊരു സമ്മാനം. ഷെറിന് കിട്ടിയില്ലേ? പ്രവീണ കിട്ടി. അപ്പൊ ഇനി ഓരോരുത്തരായിട്ട് ചോദ്യം വായിച്ചാൽ
എന്തായിരുന്നു? ഇവിടെ എന്താണ് കണ്ടെത്തേണ്ടത്? ഇവിടെ എന്താണ് കണ്ടെത്തേണ്ടത്? എന്തായിരുന്നു കണ്ടെത്തേണ്ടത്? ആകെ തുകയായിരുന്നു. വെരി ഗുഡ്. അടുത്തത് ഷെറിൻ വായിച്ചേ. എന്തായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? പി എത്ര? പി എത്രയായിരുന്നു ചോദ്യത്തില്? 40,000 രൂപ. അടുത്തത് ലാവണ്യ വായിച്ച. എന്തായിരുന്നു ചോദ്യം? ആരെത്രയായിരുന്നു? 7% ആയിരുന്നു. ചിത്തി അടുത്തത് വായിച്ചേ. എന്നെത്രയായിരുന്നു? 2 വർഷമായിരുന്നു. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു ദേവിക? കൂട്ടുപലിശയടങ്ങിയ തുക കണ്ടെത്താനുള്ള സമവാക്യം എന്തായിരുന്നു സമവാക്യം? നമ്മൾ ആദ്യം പറഞ്ഞല്ലേ സമവാക്യം. ഹോൾ റൈസ് ടു n ആയിരുന്നു. ഇനി തുക എത്രയാ കിട്ടിയത്? P1 + r/100 ആ, പറഞ്ഞോ.